ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻസൈറ്റി ഫ്യൂവൽ ആണ്. ആൻസൈറ്റി ട്രിഗറിന് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആൻസൈറ്റി ഫ്യൂവൽ എന്ന് പറയുന്നത്. എന്താണ് ആൻസൈറ്റി ഫ്യൂവൽ? നമ്മൾ ആൻസൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്ന പല പ്രവർത്തികളുണ്ട്. നമ്മളെ തന്നെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ബിഹേവിയേഴ്സുകളുണ്ട്. ആ പ്രവർത്തികൾ ചിലത് നമ്മുടെ ആൻസൈറ്റിനെ കൂട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ആൻസൈറ്റിനെ കൂട്ടുന്ന പ്രവർത്തികളാണ് ആൻസൈറ്റി ഫ്യൂവൽ എന്ന് പറയുന്നത്. ആൻസൈറ്റി ഫ്യൂവലിംഗ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷോർട്ട് ടേം റീഇൻഫോഴ്സ്മെൻറ്റും രണ്ട് ലോങ് ടേം റീഇൻഫോഴ്സ്മെൻ്റ് എന്നും പറയും. ഷോർട്ട് ടേം റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആൻസൈറ്റിനെ കൂട്ടുന്നുണ്ടെങ്കിൽ, ഉടനെ തന്നെ ആൻസൈറ്റിനെ കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് ടേം റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആ ആൻസൈറ്റിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ലോങ് ടേം റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. ലോങ് ടേം റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൻസൈറ്റി ഉണ്ടായതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി താൽക്കാലികമായി നമുക്കൊരു റിലീഫാണ്, പക്ഷേ ലോങ് ടൈമിൽ അത് വീണ്ടും ആൻസൈറ്റി കൂട്ടുന്നതായി മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോങ് ടൈം റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇങ്ങനെ രണ്ട് തരത്തിൽ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിഹേവിയറുകൾ ആൻസൈറ്റിനെ കൂട്ടുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. അത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ ആൻസൈറ്റി ഫ്യൂവൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒരു ഹെൽപ്പ് തേടുക, ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിനെ കണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ആൻസൈറ്റിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.